ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് അമ്മയോടൊപ്പം 7-ാം ദിനം. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രചരിപ്പിച്ച അനേകം വിശുദ്ധരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു വിചിത്രമായ സംഭവം നമ്മൾ വായിക്കുന്നത്, ഒരു സാത്താനിക ആരാധകൻ അല്ലെങ്കിൽ സാത്താനിക ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഒരു സാത്താനിക പുരോഹിതനായിരുന്ന ബെർട്ടലോ ലോങ്കോ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ബെർട്ടലോ ലോങ്കോ ഒരു ഇറ്റാലിയൻ സാത്താനിക പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ 10 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് വളരെ വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയിലേക്ക് പോകുന്നു. ഒരുപാട് തെറ്റുകളിലേക്ക് പെടുന്നു. പിന്നീട് അയാള് ഒരു നിയമ വിദ്യാർത്ഥി ആയിരിക്കെ ഒക്കൾട്ടായിട്ടുള്ള ഈ സാത്താനികമായിട്ടുള്ള ആരാധനക്രമത്തിന്റെയും അതിൻ്റെ സംഘടനയിലേക്കുമൊക്കെ ആകർഷണനായിട്ട് അതിന് പ്രവർത്തിച്ചു തുടങ്ങുന്നു. അതിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന് വളരെ കാര്യമായിട്ട് പഠിക്കുകയും അതിൻ്റെ പുരോഹിതനായി മാറുകയൊക്കെ ചെയ്ത്, പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അതിൻ്റെ ശൂന്യത മനസ്സിലാകുന്നു. അദ്ദേഹം കടുത്ത ശാരീരിക മാനസിക ദുരിതങ്ങളിലേക്ക് കടന്നു പോകുന്നു, നിരാശയിൽ അടിപ്പെടുന്നു. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നു, ജപമാലയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് ഡൊമിനിക്കൻ പുരോഹിതനായിരുന്ന ആൽബർട്ടോ ഡൊനേറ്റയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇനി ആൽബർട്ടോ എന്ന് പറയപ്പെടുന്ന ഡൊമിനിക്കൻ പുരോഹിതൻ, നമുക്കറിയാം ഡൊമിനിക്കൻസ് ആണ് ഈ റോസറി ജപമാല പ്രചരിപ്പിച്ചത്. അങ്ങനെ ഈ ആൽബർട്ടോ എന്ന് പറയുന്ന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹം വളരെ കാര്യമായിട്ട് ജപമാലയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ജപമാലയുടെ 15 വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുകയും ചെയ്യും. നമ്മൾ ഇന്നലെ കണ്ട കാര്യമാണ്. ഈ 15 വാഗ്ദാനങ്ങളിലൊന്ന്, ഈ ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവരെ പരിശുദ്ധ അമ്മ പ്രത്യേകം സ്നേഹിക്കുമെന്നും പ്രത്യേക കൃപകളാൽ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുള്ള വാഗ്ദാനം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് ഈ സാത്താനിക ആരാധനയും മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് 1871 അദ്ദേഹം ഒരു ഡൊമിനിക്കൻ 3rd ഓർഡറിൽ അംഗമാകുന്നു. എന്നിട്ട് ഒരു അപ്പോസ്റ്റൽ ബ്രോസറി, ഒരു ജപമാലയുടെ അപ്പോസ്റ്റലായി അദ്ദേഹം മാറുകയും ചെയ്യുന്നു. പിൽക്കാലത്ത് ജോൺ പോൾ 2 പാപ്പ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണക്കാരനായി മാറിയത് ഇദ്ദേഹത്തിന്റെ പഠനങ്ങൾ, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ ആധാരമായി മാറിയെന്ന് പറയപ്പെടുന്നു. 1980 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ പതിലേക്ക് ഉയർത്തി. അദ്ദേഹം വാഴ്ത്തപ്പെട്ട ബെർട്ടലോ ലോങ്കോ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ സാത്താനിക ആരാധകനായ മനുഷ്യൻ ഒരു വലിയ മരിയൻ ദൈവശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ മരിയൻ ജപമാലയുടെ പ്രചാരകനായി മാറി. ഇദ്ദേഹത്തിന്റെ മാധ്യസ്ഥ അയച്ചുകൊണ്ട് നമുക്ക് ജപമാല ഭക്തിയിൽ മുന്നോട്ട് പോകാം. സാത്താനിക ആരാധകനെ പോലും സ്വാധീനിച്ച ജപമാല നമ്മളെ കൃപകളാൽ നിറയ്ക്കട്ടെ.